ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു ആഴ്ചയായി ഞാൻ ഫേസ് ചെയ്തിരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് എല്ലാം വരുന്നുണ്ട്, എന്നാൽ ആ ഒരു കമൻറ്റിന് എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ദിസ് ആക്ഷൻ കനോട്ട് ബി കംപ്ലീറ്റഡ് എന്ന ഒരു എറർ മെസ്സേജ് എല്ലാമാണ് വന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെ നോക്കിയിട്ടും ഈ ഒരു പ്രശ്നം എനിക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനാൽ തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ എല്ലാം ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അവർക്ക് ഈ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ, അവരുടെ ചാനലിൽ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല എന്നതാണ്. അതിനാൽ തന്നെ ഞാൻ ആ ഒരു വീഡിയോ അത് റിമൂവ് ചെയ്തു. എന്തോ ഒരു പ്രശ്നം എൻ്റെ ചാനലിലാണ് എന്നത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം കുറേ കാര്യങ്ങളെല്ലാം വീണ്ടും ട്രൈ ചെയ്തിട്ടും എനിക്ക് ഈ ഒരു കാര്യം ഫിക്സ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം ഞാൻ യൂട്യൂബ് സപ്പോർട്ട് ടീമുമായി കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യുക എന്നെല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ആദ്യം തന്നെ ചോദിച്ചത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇത് ലേറ്റസ്റ്റ് വേർഷൻ തന്നെയല്ലേ എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴെല്ലാം ലേറ്റസ്റ്റ് വേർഷൻ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാനെല്ലാം പറഞ്ഞു. അപ്പോൾ അത്തരത്തിലെല്ലാം ചെയ്തതിന് ശേഷവും ഈ ഒരു ഇഷ്യൂ ഇത് സോൾവ് ആകുന്നില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മറ്റേതെങ്കിലും മൊബൈലിലെല്ലാം ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കൂ, കാരണം വേറെ ഇഷ്യൂസ് ഒന്നും അവർക്ക് അവിടെ കാണുന്നില്ല എന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഫോണിൽ ഒരു സെറ്റിംഗ് എല്ലാം കൊടുത്ത കാര്യം ഓർമ്മയിൽ വന്നത്. അതായത് ഞാൻ ഫോണിൽ ഈ ഒരു സെറ്റിങ്സിൽ പോയതിന് ശേഷം പ്രൈവറ്റ് DNS എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ നമ്മൾ ഈ പ്രൈവറ്റ് DNS ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ, അതായത് കിഡ്സിനെല്ലാം നമ്മൾ മൊബൈൽ ഫോണെല്ലാം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൈവറ്റ് DNS. അത് ഒരു സൈറ്റ് നെയിം എല്ലാം കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക എന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നമെല്ലാം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഞാൻ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയതിനു ശേഷം പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ ഇത് ഡിസേബിൾ ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഇന്ന് മുതൽ ഇപ്പോൾ എൻ്റെ ഈ കമൻസിനെല്ലാം എനിക്ക് റിപ്ലൈ ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് എല്ലാം ഇതെല്ലാം തന്നെ ഡിസേബിൾ ചെയ്തു വയ്ക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്